അസ്സലാമലൈക്കും എല്ലാവർക്കും ജ്വാലൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ക്ലേ മോഡലിങ്ങിന് ഉപയോഗിക്കുന്ന എയർ ഡ്രൈ ക്ലേ ഉണ്ടല്ലോ, അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള 1-2 സാധനങ്ങൾ ഉപയോഗിച്ച് ക്ലേ ഉണ്ടാക്കിയാൽ ഒരു 2-3 മാസം വരെ അത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. സോ നമുക്ക് എങ്ങനെ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കണമെന്ന് കാണാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ വീഡിയോ. സോ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ, ഞാനിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. 20 റുപ്പീസിൻ്റെ ഒരു ഫെവിക്കോളിൻ്റെ ഒരു ബോട്ടിലാണിത്. ഈ ഗം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിലുള്ള ഗ്ലൂവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ക്ലേ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്ലൂ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വിനെഗർ ഒഴിക്കുന്നുണ്ട്. ഇതൊരു പ്രിസർവേറ്റീവ് ആണ്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലോറും ഫെവിക്കോളും ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു അയൺ ബോക്സിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളുടെ ക്ലേ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഈ അയൺ ബോക്സ് നമ്മൾ സ്റ്റെയിൻ റിമൂവ് ചെയ്ത അയൺ ബോക്സ് ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അയൺ ബോക്സിൻ്റെ സ്റ്റെയിൻ എങ്ങനെ കളയാന്നുള്ളത് നല്ല ഈസി മെത്തേഡാണ്. സാധാരണ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാറുണ്ട്. ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയൺ ബോക്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ചൂടായിട്ട് കിട്ടും എന്നേ ഉള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരല്പം വാസ്ലിൻ നമ്മൾ ടേബിളിന് മുകളിൽ പുരട്ടാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ക്ലേ നന്നായിട്ട് അങ്ങനെ നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പോളിത്തീൻ കവറിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 3 മാസം വരെ നമുക്കിത് കേടുകൂടാതെ ഇരിക്കും. നമ്മൾ ഇതിൽ വിനെഗർ ചേർത്തതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ് ആണ്. അപ്പം നന്നായി കേടുകൂടാതെ ഇരിക്കുന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.